ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിരുപാസ് ക്ലാസ്മേറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ്. സോ എറേഴ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു, കാണാത്തവർ അത് കാണാം. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. പല എറേഴ്സിൻ്റെ കോമ്പിനേഷൻ. അതായത് ഇപ്പോൾ നമുക്കൊരു സർഫസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ ലെങ്ത് മെഷർ ചെയ്യണം, ബ്രെഡ്ത്ത് മെഷർ ചെയ്യണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ ആണല്ലോ. സോ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ലെങ്തിനെ മെഷർ ചെയ്യണം, ബ്രെഡ്ത്തിനെ മെഷർ ചെയ്യണം. സോ മെഷർ ചെയ്തപ്പം ഈ ലെങ്തിലും ബ്രെഡ്ത്തിലും നമുക്കൊരു സർട്ടൺ വാല്യൂ എറർ ഉണ്ട്. സോ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഈ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഈ ഏരിയയിൽ ഇതിലുണ്ടായിരിക്കുന്ന എററിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിലെ എറേഴ്സ്, ലെങ്തിലെയും ബ്രെഡ്ത്തിലെയും എറേഴ്സ് ഏരിയയുടെ റിസൾട്ട് കിട്ടുമ്പോൾ അതിലെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണം, അതിനെപ്പറ്റിയാണ് ഈ കോമ്പിനേഷൻസ് ഓഫ് എറേഴ്സിൻ്റെ അകത്ത് വരുന്നത്. സോ കോമ്പിനേഷൻസ് ഓഫ് എറേഴ്സ് 3 തരത്തിലാണ് നമ്മൾ നോക്കുന്നത്. 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എററിൻ്റെ എഫക്റ്റ്, ദെൻ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റ്, ദെൻ പിന്നെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ പവറായിട്ട് വരുന്ന സമയത്ത്. ഓക്കെ, ഇപ്പം കൈനറ്റിക് എനർജി ഈക്വൽ ടു 1/2 × mv² ആണ്, വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ചെയ്യുന്ന സമയത്ത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആ റിസൾട്ടിൽ ഉണ്ടാവുന്ന എററിൻ്റെ എഫക്റ്റ്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മളിവിടെ നോക്കുന്നത്, ഈ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൻ്റെ അകത്ത് നോക്കുന്നത്. ഫസ്റ്റ് വൺ, എറേഴ്സ് ഓഫ് എ സം ഓർ എ ഡിഫറൻസ്. എറേഴ്സ് ഓഫ് എ സം ഓർ എ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഒന്നെങ്കിൽ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ ഉണ്ടാവുന്ന എറേഴ്സിൻ്റെ എഫക്റ്റ്, അതിനെയാണ് നമ്മൾ എറേഴ്സ് ഓഫ് എ സം ഓർ എ ഡിഫറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എ എന്ന് പറഞ്ഞിട്ടും വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ബി എന്ന് പറഞ്ഞിട്ടും എടുക്കുന്നു. എ ആൻഡ് ബി ആർ ദി 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ദെൻ ഇതിനെ മെഷർ ചെയ്ത് ഇപ്പം നമുക്കൊരു എറർ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. സോ എററോട് കൂടിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്തപ്പോൾ ഇതാണ് എയും ബിയുമാണ് അതിൻ്റെ ട്രൂ വാല്യൂ. എ പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ എ ആണ് നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്ന വാല്യൂ. ദെൻ ബി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ദെൻ പ്ലസ് ഓർ മൈനസ് കൊടുക്കാനുള്ള കാരണം എന്താ, ഒന്നുകിൽ ട്രൂ വാല്യൂമായിട്ട് കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ട്രൂ വാല്യൂമായിട്ട് കുറവായിരിക്കും. ദെൻ ഇനി സം ചെയ്ത് കിട്ടുന്നതിനെ ഞാൻ ഇസഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അതായത് ഈ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഞാൻ സം ചെയ്യാണ്. സം ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ ഇസഡ് എന്ന് പറയുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എ പ്ലസ് ബി. അതായത് ട്രൂ വാല്യൂ ആണ് എങ്കിൽ ഇസഡ് ഈക്വൽ ടു എന്ത് വരും, എ പ്ലസ് ബി വരും. പക്ഷെ നമുക്കിവിടെ എന്താ കിട്ടുക, മെഷർ ചെയ്തപ്പോൾ ഒരു ഇച്ചിരി എററുണ്ട്. അപ്പോൾ ഈ എറർ എവിടെ റിഫ്ലക്റ്റ് ചെയ്യും, നമ്മുടെ ഈ റിസൾട്ടിൻ്റെ അതിനകത്തും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ്. ഒറിജിനൽ വാല്യൂമായിട്ട് ഒരു ഇത്തിരി കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ ആണല്ലോ. ദെൻ ഇനി ഞാനിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. എ പ്ലസ് ബി ഒരുമിച്ച് എഴുതുന്നു. ദെൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇങ്ങനെ എഴുതാമല്ലോ ഈ ഇക്വേഷനെ, ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ആണ്. ഇനി ഈ 2 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്ന് കമ്പയർ ചെയ്തേ. ഇസഡിന് ഈക്വൽ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തെടുക്കാം, ഇസഡ് ഈക്വൽ ടു അല്ലേ എ പ്ലസ് ബി ആണ്. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി ആണല്ലോ. ദെൻ അപ്പോൾ ബാക്കിയുള്ള പാർട്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇതും ഈക്വൽ ആണെങ്കിൽ ഇതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. സോ ഇതായിരിക്കും എറർ എന്ന് പറയുന്നത്. അതായത് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടിലുണ്ടാവുന്ന അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഇൻഡിവിജ്വൽ അബ്സല്യൂട്ട് എറേഴ്സ് കണ്ടുപിടിച്ച് സം ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഈ റൂളിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, വെൻ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്, okay, when 2 physical quantities added or subtracted, the absolute error in the result
absolute error in the result is the sum of the absolute errors in the individual quantity. രണ്ട് ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീൻ്റെ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ച് അതിനെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതായിരിക്കും എന്ത് റിസൾട്ടിൽ ഉണ്ടാവുന്ന ആബ്സല്യൂട്ട് എറർ. സോ നെക്സ്റ്റ് എറേഴ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ എ കോഷ്യൻ. നമ്മളിനി എന്ത് ചെയ്യുന്നു, രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഷൻ ചെയ്ത് നോക്കുന്നു. അപ്പോൾ അതിൻ്റെ എറേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ കൂട്ട് തന്നെ എയും ബിയുമാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ദെൻ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് പറയുന്നത് ഇതിൻ്റെ മെഷേർഡ് വാല്യൂ. ദെൻ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ മെഷേർഡ് വാല്യൂ. ഓക്കെ, എയുടെ എററോട് കൂടിയ മെഷേർഡ് വാല്യൂ ആണ് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, ബിയുടെ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്, രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുന്നു. സോ ഇസഡ് ഈക്വൽ ടു എന്തായിരിക്കും, ട്രൂ വാല്യൂ ആണെങ്കിൽ എ ഇൻറ്റു ബി ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് എന്താ വരിക, എറർ ഉള്ളത് കൊണ്ട് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ്. ഓക്കെ, അതായത് ഇസഡുമായിട്ട് ഒരു ഇത്തിരി കൂടുതലോ കുറവോ ആണ്, അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് ഇടുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ആണല്ലോ. സോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് ഈ ബ്രാക്കറ്റിനെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, എ ബി, എ ഇൻറ്റു ബി എ ബി. ദെൻ ഇനി എന്താ കിട്ടുക, എ ഇൻറ്റു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ആണ്. സോ പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി ആണല്ലോ. നെക്സ്റ്റ് ഇനി ഈ ഡെൽറ്റ എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എന്ത് വരും, പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ എ. ഓക്കെ, ദെൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ആണല്ലോ. സോ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനെ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. അപ്പോൾ എന്ത് കിട്ടും, ഈ ഒരു ഭാഗത്ത് ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഈ ഒരു ഇക്വേഷനെ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷനെ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇസഡ് ഈക്വൽ ടു എന്താണ്, എ ബി ആണ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം ഇസഡിൻ്റെ ടേംസിലാണ് കിടക്കുന്നത്. ഇവിടെ പക്ഷേ എയുടെയും ബിയുടെയും ടേംസിലായതുകൊണ്ട് ഈ ഇസഡിന് പകരം ഞാനിവിടെ എന്ത് കൊടുക്കുന്നു, എ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് വരുമെന്ന് നോക്കിയേ, 1 പ്ലസ് ഡെൽറ്റ ഇസഡ് by z, sorry 1 plus or minus delta z by z equal to 1 ab by ab, then 1 ആണ്, plus or minus then a into delta b by ab. എയും എയും സെയിം ആണ്. സോ ഇത് രണ്ടും എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. ദെൻ എന്ത് വരും, ഡെൽറ്റ ബി ബൈ ബി ആണല്ലോ. ദെൻ നെക്സ്റ്റ് എന്ത് വരും, പ്ലസ് ഓർ മൈനസ് ബിയും ബിയും സെയിം ആണ്, ഡെൽറ്റ എ ബൈ എ, ഡെൽറ്റ എ ബൈ എ. ഓക്കെ, ദെൻ ഇവിടെ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്ത് വരും, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ എ ബി എന്ന് വരും ആണോ. ഓക്കെ, അപ്പോൾ ഇത് നോക്ക്, ഈ ഒരു സൈഡ് എടുക്കുമ്പോൾ ഈ വണ്ണും സെയിം ആയതുകൊണ്ട്, ഈക്വൽ സൈഡിന് അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആയതുകൊണ്ട് ഇതിനെ രണ്ടിനെ നമ്മളങ്ങ് കളയുന്നു. ഓക്കെ, ദെൻ ലെഫ്റ്റ് സൈഡിൽ എന്താ വന്നത്, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു, ഇനി എന്താ വന്നേക്കുന്നത് നോക്ക്, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. നെക്സ്റ്റ് ടേം പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ. നെക്സ്റ്റ് എന്താ വന്നേക്കുന്നത് നോക്ക്, ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ എ ബി ആണല്ലോ. സോ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് പറയുന്നത് എന്താ, സ്മോൾ വാല്യൂ ആയിരിക്കും, എറർ ടേം ആണ് അല്ലേ. അപ്പോൾ എറർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എ ഇൻറ്റു ബി എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആയിരിക്കുമല്ലോ. സോ ന്യൂമറേറ്ററിലെ വാല്യൂ കുറവും ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടുതലുമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കിട്ടുന്ന വാല്യൂവിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം എന്താ, ഡിനോമിനേറ്ററിലെ വാല്യൂ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ എന്തായിപ്പോവും, വളരെ സ്മോൾ വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടേമിനെ അങ്ങ്
നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി എന്ത് വന്നു? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ. സോ പ്ലസ് ഓർ മൈനസിനെ ഇങ്ങനെ കോമൺ എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. സോ ഇതാണ് എന്ത്? എറർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ എ കോഷ്യന്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? If two physical quantities are multiplying or dividing, okay, ഇത് എന്ത് എററാണ്? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് എന്ന് പറയുന്ന ഏത് ടൈപ്പ് എററാ? റിലേറ്റീവ് എറർ ആണല്ലോ. സോ റിലേറ്റീവ് എറർ ഇൻ ദ റിസൾട്ട് ഈസ് ദി സം ഓഫ് ദി റിലേറ്റീവ് എറേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, റിലേറ്റീവ് എറർ ഇൻ ദ റിസൾട്ട് ഈസ് ദി sum of the relative error of the individual quantities. ഇതാണ് എന്ത്? errors of a product or a quotient. ഓക്കെ, ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂടെ 100 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പെർസെൻറ്റേജ് എററും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ആണെങ്കിലും എന്തായിരിക്കും? റിലേറ്റീവ് എററിൻ്റെ സം ആയിരിക്കും റിസൾട്ടിൽ. സോ നെക്സ്റ്റ് ടോപ്പിക് എറേഴ്സ് ഓഫ് എ പവർ ടേം. ഒരു പവർ ടേമിൻ്റെ എറർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പവർ ടേമായിട്ട് ഞാനൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുന്നു, എ. ഓക്കെ, എയുടെ പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ സ്ക്വയർ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എ സ്ക്വയറിൻ്റെ ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? സെഡ് ഈക്വൽ ടു എ സ്ക്വയറിൽ എറർ എങ്ങനെയാണെന്ന് നോക്കണം. സോ അതിന് വേണ്ടി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തില്ലേ പ്രോഡക്റ്റിൻ്റെ ആ ഇക്വേഷൻ തന്നെ ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്തായിരുന്നു? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആയിരുന്നു അല്ലേ? സോ രണ്ട് ടേമിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? രണ്ട് ടേമിൻ്റെയും റിലേറ്റീവ് എററിൻ്റെ സമ്മായിരിക്കും റിസൾട്ടിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ ആണല്ലോ. സോ ഈ ഇക്വേഷനിലേക്ക് തന്നെ നമ്മൾ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ്റെ അകത്ത് ഇതിൻ്റെ അതിൽ എന്തായിരുന്നു? എയും ബി എന്ന് രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു ആണല്ലോ. ഇവിടെ എക്ക് പകരം എ തന്നെ ആണ്, ബിക്ക് പകരം നമുക്ക് എന്താ ഉള്ളത്? എ തന്നെയാണുള്ളത് അല്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ എ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു എ ആണ് എന്ത്? എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു എയിലേക്ക് ഞാൻ ഈ ഇക്വേഷനിലേക്ക് ഞാൻ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെ വരും? അല്ലെങ്കിൽ ഈ ഇക്വേഷനെ ഒന്ന് കൺസിഡർ ചെയ്യുക. എന്ത് വരും? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു എ. ഇവിടെ ഇസഡ് ഈക്വൽ ടു എന്തായിരുന്നു? എ ഇൻറ്റു ബി ആയിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇവിടെ ബിക്ക് പകരം എന്താണ്? എ ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ ആണല്ലോ. ഇപ്പോൾ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതാം. സോ ഡെൽറ്റ ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്ന് കിട്ടി ആണല്ലോ. ഇനി ഇവിടെ ക്യൂബ് ആണെന്ന് വിചാരിക്കാം. സെഡ് ഈക്വൽ ടു എ ക്യൂബ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു എ കൂടെ വരും ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡെൽറ്റ എ ബൈ എ എന്ന് ഒരു ടേം കൂടെ വരും ആണ്. സോ അപ്പോൾ എന്ത് വരും? ഇവിടെ 2ന് പകരം ഇവിടെ എന്താവും? 3 എന്നാവും. 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ആ റൂളിനെ പറയാം? ഇതിൻ്റെ പവർ എന്താണോ ആ പവർ ഇൻറ്റു ആ ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് എറർ ആയിരിക്കും എന്ത്? റിസൾട്ടിൽ ഉണ്ടാവുന്ന റിലേറ്റീവ് എറർ. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെ റൂളായിട്ട് പറയാം? ദ റിലേറ്റീവ് എറർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി റേസ്ഡ് ടു ദ പവർ കെ ഈസ് ദ കെ ടൈംസ് ദ റിലേറ്റീവ് എറർ ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണല്ലോ. അതായത് ഇപ്പോൾ സെഡ് ഈക്വൽ ടു എ റേസ് ടു എൻ ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഡെൽറ്റ ഇസഡ് ബൈ സെഡ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ ഇ. ഇതാണ് എന്ത്? എറേഴ്സ് ഓഫ് എ പവർ ടേമിൻ്റെ എറർ. സോ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം.
percentage error in the measurement of mass and speed are 2% and 3% respectively. The error in the estimation of kinetic energy obtained by measuring mass and speed will be. എന്താ percentage error of mass and speed തന്നിട്ടുണ്ട്. മാസിൻ്റെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് എത്രയാണ്? മാസിൻ്റെ പെർസെൻറ്റേജ് എററിന് ഡെൽറ്റ എം ബൈ എം ആണല്ലോ. പെർസെൻറ്റേജ് എറർ എന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ എം ബൈ എം ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2% ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ സ്പീഡിൻ്റെ തന്നിട്ടുണ്ട്. സ്പീഡിൻ്റെ എന്താ? വെലോസിറ്റി. സ്പീഡ് ഈക്വൽ ടു വെലോസിറ്റി. സോ എങ്ങനെ എഴുതാം? ഡെൽറ്റ വി ബൈ വി. പെർസെൻറ്റേജിൽ തന്നിരിക്കുന്നു 3% ആണല്ലോ. സോ മാസിൻ്റെ പെർസെൻറ്റേജും സ്പീഡിൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് എററും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയുടെ എററാണ്, പെർസെൻറ്റേജ് എററാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കിയേ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് ഇക്വേഷൻ ആണല്ലോ. ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ്. സോ ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിലേറ്റീവ് എറർ. ഡെൽറ്റ ഇ ബൈ ഇ ഈക്വൽ ടു, സോ ഇവിടെ രണ്ട് ടേമിൻ്റെ പ്രോഡക്റ്റുമുണ്ട്, ഒരു ടേമിൻ്റെ പവറും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2. 1/2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് എറർ ഉണ്ടാവില്ല. സോ 1/2 വേണ്ട. ദെൻ മാസിൻ്റെ എററിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എം ബൈ എം. ഡെൽറ്റ എം ബൈ എം. ദെൻ പ്രോഡക്റ്റ് ആണ് പ്ലസ്. ഓക്കെ, ദെൻ ബിൻ്റെ സ്ക്വയർ ആണ് വന്നേക്കുന്നത്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ ആണല്ലോ. ഇനി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡെൽറ്റ ഇ ബൈ ഇയുടെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ? റിലേറ്റീവ് എറർ ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ആണല്ലോ. സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? പെർസെൻറ്റേജ് എറേഴ്സ് ആണ് അല്ലേ. അപ്പോൾ എന്ത് എഴുതാം? 2. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 2 പ്ലസ് 2 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 3. സോ 3. ഓക്കെ, അപ്പോൾ എന്താ വരിക? 2 പ്ലസ് 2 ഇൻറ്റു 3 6, വിച്ച് ഈസ് ഈക്വൽ ടു 8%. സോ 8% ആയിരിക്കും ഈ മെഷേർഡ് വാല്യൂ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ മാസിൻ്റെയും സ്പീഡിൻ്റെയും എറേഴ്സ് വെച്ച് കണ്ടുപിടിക്കുന്ന കൈനറ്റിക് എനർജിയുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറയും 8%. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മെഷർ ഓഫ് 2 ക്വാണ്ടിറ്റീസ് എലോങ് വിത്ത് ദി precision of respective measuring instrument is A equal to 2.5 meter per second plus or minus 0.5 meter per second, B equal to 0.10 second plus or minus 0.01 second. The value of AB will be. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ എ ബിയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ എ ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? അപ്പോൾ ഇവിടെ ഇത് കാരണം കിട്ടുന്ന എ ബിയാണ്. അപ്പോൾ എന്തായിരിക്കും? എ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, ഇതാണ് നമുക്ക് വേണ്ടത്. എ ബി ഈക്വൽ ടു എ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബി. ഈ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ആദ്യം നോക്കിക്കോണം ആണല്ലോ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എ ബിയും കണ്ടുപിടിക്കണം, ദെൻ ഡെൽറ്റ എ ബിയും കണ്ടുപിടിക്കുക, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുക ആണല്ലോ. സോ ഫസ്റ്റ് ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു? എ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, എ ബിയുടെ വാല്യൂ എന്താണെന്ന് നോക്കിയേ. 2.5 മീറ്റർ പെർ സെക്കൻഡ് ഇൻവേഴ്സ്. യൂണിറ്റ് ഇടാൻ മറക്കരുത്, രണ്ടും 2 ഡിഫറെൻറ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് വിടാതെ ഇട്ടോണം. 2.5 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു പിന്നെ ബിയുടെ എന്താ? 0.10 സെക്കൻഡ്. അതായത് നമ്മൾ എററിനെ കൺസിഡർ ചെയ്യാതെ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് എ ബി. എ ബി ഈക്വൽ ടു എന്താ? 2.5 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 0.10 സെക്കൻഡ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? സെക്കൻഡ് ഇൻവേഴ്സ് ആണ്, ഇവിടെ സെക്കൻഡ് ആണ്. സോ രണ്ടും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോൾ. ഇപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ദെൻ 2.5 ഇൻറ്റു 0.10 എന്ത് വരും? 0.25.
അല്ലെങ്കിൽ 0.25 മീറ്റർ ആണ് എന്ത് കിട്ടിയത് നമുക്ക് എ ബി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡെൽറ്റ എ ബി കണ്ടുപിടിക്കണം. സോ ഡെൽറ്റ എ ബി എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ എ ബി എന്ന് പറയുമ്പോൾ രണ്ട് എറേഴ്സിനെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വാല്യൂസിനെ തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യുകയാണ്. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? രണ്ടിൻ്റെയും റിലേറ്റീവ് എറർ തമ്മിലാണ് റിലേഷൻ വരുന്നത്. അപ്പം ഡെൽറ്റ എ ബി ബൈ എ ബി അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആണല്ലോ. ഡെൽറ്റ എ ബി ബൈ എ ബി അവിടെ നിൽക്കട്ടെ, വിച്ച് ഈസ് ഈക്വൽ ടു ഓക്കെ ഡെൽറ്റ എ ബൈ എ. ഡെൽറ്റ എ എന്താ? ഇതാണ്. സോ 0.5 ഡിവൈഡഡ് ബൈ 2.5 ഓക്കെ ആണല്ലോ. പ്ലസ് ദെൻ ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഇത് 0.01 ഡിവൈഡഡ് ബൈ 0.10. ഓക്കെ, ഇവിടെ എന്താ യൂണിറ്റ് ഇടാഞ്ഞ്? രണ്ടും സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഡിവിഷൻ വരുമ്പോൾ യൂണിറ്റ് ക്യാൻസൽ ആയി പോയിക്കോളും. സോ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ വരും? 0.3 എന്ന് വരും. ഓക്കെ, എത്ര വരും? 0.3 എന്ന് വരും. ഇതെന്താ? ഡെൽറ്റ എ ബി ബൈ എ ബി ആണ് ആണല്ലോ. എ ബിയുടെ വാല്യൂ നമുക്കറിയാം, എത്രയാ? 0.25 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എ ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ എ ബി ഈക്വൽ ടു 0.3 ഇൻറ്റു എ ബി ആയിരിക്കുമല്ലോ. 0.3 ഇൻറ്റു എ ബി. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ എ ബി ഈക്വൽ ടു 0.3 ഇൻറ്റു 0.25. ഓക്കെ, സോ ഇതിൻ്റെ യൂണിറ്റ് എത്രയാണ്? മീറ്റർ ആണ്. സോ ഞാനിവിടെ മീറ്റർ എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ എത്ര വരും? 0.0725. സോ യൂണിറ്റ് എത്രയാ? മീറ്റർ ആണല്ലോ. ദെൻ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 2 ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്യുന്നു. സോ ഡെൽറ്റ എ ബി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.08 മീറ്റർ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എ ബിയും കിട്ടി, എ ബിയും കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ ബി എങ്ങനെയായിരിക്കും എഴുതുക? എ ബി ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പറഞ്ഞു, എ ബി ഈക്വൽ ടു എ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബി ആണ് ആണല്ലോ. സോ എ ബി നമുക്ക് എത്ര കിട്ടി? 0.25 മീറ്റർ ആണല്ലോ. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബി എന്ന് പറയുന്നത് എത്രയാ? 0.08 മീറ്റർ. സോ ഇതായിരിക്കും എന്താ? എ ബിയുടെ വാല്യൂ. എ ബി ഈക്വൽ ടു 0.25 മീറ്റർ പ്ലസ് ഓർ മൈനസ് 0.08 മീറ്റർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം എ റിലേഷൻ x equal to a square b cube divided by c root d, and if the percentage error in a, b, c and d are 2%, 1%, 3% and 4% respectively, calculate the percentage error in x. So ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ? എക്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ബി ക്യൂബ് ഡിവൈഡഡ് ബൈ സി ഇൻറ്റു റൂട്ട് ഡി. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് എറർ ഇൻ എക്സ്. ഈ എക്സിലുള്ള പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കി, നമുക്ക് തന്ന ഇക്വേഷൻ്റെ അത് പ്രോഡക്റ്റ്, ഡിവിഷൻ, പിന്നെ പവർ ഇതാണ് വന്നേക്കുന്നത് ആണല്ലോ. അപ്പോൾ എന്ത് വേണം? നമുക്ക് റിലേറ്റീവ് എറർ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ എന്ത് എഴുതുക? ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ പവറാണ് വന്നേക്കുന്നത്, എ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. ഓക്കെ, ദെൻ എയും ബിയുടെ പ്രോഡക്റ്റ് ആണ്. സോ പ്ലസ് ബിയുടെ ക്യൂബാണ്. സോ 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, പ്ലസ് സി ഡിവിഷൻ ആണ്. സി ഡെൽറ്റ സി ബൈ സി
പ്ലസ് റൂട്ട് ഡി എന്ന് വെച്ചാൽ എന്താ, ഡി റേസ് ടു 1/2. സോ 1/2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ആണല്ലോ. സോ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, പെർസെൻറ്റേജ് എറർ ഇൻ എക്സ് ആണ്. സോ പെർസെൻറ്റേജ് എറർ ഇൻ എക്സ് എന്ന് പറയുന്നത് എന്താ, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ത് വരും, 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് 1/2 ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 ആണല്ലോ. സോ എന്ത് വരും, 2 ഇൻറ്റു ദെൻ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് എത്രയാ, 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബിയുടെ 1 ആണ് പ്ലസ് ദെൻ ഡെൽറ്റ സി ബൈ സിക്ക് 3 ആണ് പ്ലസ് 1/2 ഇൻറ്റു 4 ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 ഇൻറ്റു 2 4 പ്ലസ് 3 ഇൻറ്റു 1 3 പ്ലസ് 3 പ്ലസ് 2 4 ക്യാൻസൽ ആവും 2 ആണല്ലോ. സോ എന്ത് വരും, 4 + 3 7 7 + 3 10 10 + 2 12% ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.